നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയെ ആവേശത്തിലാക്കി ദേശീയ സരസ് മേള ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രദർശന സ്റ്റാളുകളിലും ഫുഡ് കോർട്ടിലും അനുഭവപ്പെടുന്ന അഭൂതപൂർവമായ തിരക്ക് മേളയുടെ വൻ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിറ്റുവരവിന്റെ കാര്യത്തിലും ഈ വർഷത്തെ സരസ് മേള പുതിയ റെക്കോർഡുകൾ കുറിക്കുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. അറിയാം ദേശീയ സരസ് മേള സന്ദർശിക്കാനെത്തുന്ന സന്ദർശകരുടെ പ്രതികരണങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയാണ്. നല്ല പരിപാടിയാണ്, സൂപ്പറാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലെ പരിപാടിയാണ്. എല്ലാം നല്ലത്, എല്ലാം സൂപ്പറാണ്. നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ഇതുപോലെ ഒരു സ്റ്റാള് മലപ്പുറത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി നല്ല രീതിയിൽ നല്ല എല്ലാം അടങ്ങിയ ഒരു തന്നെയാണ്. ഒരുവിധം ഞങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനും പറ്റി. മേള അടിപൊളിയാണ്. എല്ലാ പരിപാടിയും കണ്ടു, ഗംഭീരായിട്ടുണ്ട്. സ്റ്റാളുകൾ ഒരുപാട് നന്നായി. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട്. അതും കുടുംബശ്രീക്ക് നല്ലൊരു ഉയർച്ചയിലെത്താനുള്ളൊരു ഇതുണ്ട്. നല്ലതാണ്. നമുക്കൊക്കെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോവാന്ന് പറയുന്നത് കഴിയുന്നൊരു കാര്യമല്ല. എന്തായാലും ഏറ്റവും അടുത്ത് നമുക്ക് 13ാമത് സരസ്മേള ഈ തൃത്താലയിലെ ചാലിശ്ശേരിയിൽ വന്നത് ഇവരുള്ള ആളുകൾക്കൊക്കെ കാണാൻ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ പരമാവധി ആളുകൾ ഈ സരസ്മേള സന്ദർശിക്കണം. അത് എന്തായാലും ഒരു പുതിയൊരു അനുഭവം എന്ന് തന്നെയാണ് പറയുന്നത്. സരസ്മേള വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ പല സ്റ്റാളുകൾ, പല രാജ്യത്തെ പല പ്രൊഡക്റ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് അവർ തരുമ്പോൾ അതൊക്കെ ടെസ്റ്റ് നോക്കി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമൊക്കെ ഉണ്ട്. വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാ ജില്ലയിലത്തെയും ആളുകൾക്കും പിന്നെ അതേപോലെ അവരുടെ പ്രോഡക്റ്റുകളും എല്ലാം ഇതില് വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് വന്ന് വാങ്ങിക്കാനും ഒക്കെ അവരുടെ എല്ലാ കഴിവുകളൊക്കെ ഇതിൽ ഇവിടെ പ്രദർശിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു മേള തന്നെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. കുന്നംകുളത്ത് മുന്നേ സരസ്മേള നടന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട്. നൈറ്റിൽ വരാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമമാണ്. നല്ല നല്ല പ്രോഗ്രാംസുകളൊക്കെ നൈറ്റിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും കാണാൻ പറ്റാത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മന്ത്രിക്കും എല്ലാവർക്കും വലിയൊരു കാര്യമാണ്, വലിയ ആശംസകൾ നേരെയാണ്. സരസ്മേളയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡാണ്. ഓരോ ദിവസം വന്ന് ഓരോ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്യലാണ്. കാരണം കണ്ടമാനം കൗണ്ടറാണ് അതിലുള്ളത്. ഇന്ത്യയിലെ സംസ്ഥാനത്ത് മൊത്തം ഉണ്ട്. പിന്നെ അതിന് പുറമെ കേരളത്തിൽ പുറത്തുള്ളത് ഒരുപാട് ഫുഡ് കൗണ്ടറുള്ള കാരണം ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ പറ്റി. ഓരോ ദിവസം വരെ ഓരോ ഫുഡ് കഴിച്ച് അതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എന്റർടൈൻമെന്റ് പരിപാടികളും ഓരോ ദിവസം ഓരോ VIP വന്നിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലക്കും നമ്മുടെ സംസ്ഥാന മണ്ഡലത്തില് ചാലിശ്ശേരി പഞ്ചായത്തില് ഒരു ഗംഭീര പരിപാടിയായി മാറി. പ്ലാസ്റ്റിക്കിനോട് നോ, തുണിസഞ്ചിയോട് യെസ്. സരസ് മേളയിൽ വിസ്മയമായി പെരിങ്ങോട്ടെ വനിതാ കൂട്ടായ്മ. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുതിയ പാഠങ്ങൾ പകരുകയാണ് പെരിങ്ങോട് ഉജ്ജ്വല കുടുംബശ്രീ യൂണിറ്റിലെ 6 വനിതകൾ. നീഡിൽ ഫൈറ്റ് എന്ന ബ്രാൻഡ് നെയിമിൽ ഇവരൊരുക്കുന്ന സ്റ്റാൾ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ലോകത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ശരണ്യ, സജന എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാളിൽ തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ, ഓഫീസുകളിലേക്കുള്ള ജൂട്ട് നിർമ്മിത ഫയലുകൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെയാണുള്ളത്. കുടുംബശ്രീയുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി തുടങ്ങിയ സംരംഭം ഇന്ന് 5 വർഷത്തെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യവുമായാണ് മേളയ്ക്കെത്തിയിരിക്കുന്നത്. റോട്ടോ കോട്ടൺ, മൈലാഞ്ചി, നൈലോൺ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിൽ റോട്ടോ കോട്ടൺ ഉൽപ്പന്നങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. വീണ്ടും ഉപയോഗിക്കാവുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾ കേവലം 10, 15, 20 രൂപ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാണ്. കൂടാതെ പേപ്പർ ബാഗുകളിലും തുണിസഞ്ചികളിലും ഇഷ്ടാനുസൃതമായ പ്രിന്റിംഗ് ചെയ്ത് നൽകാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. 5 വ്യത്യസ്ത സൈസുകളിലുള്ള ബാഗുകൾ ഇവരുടെ സ്റ്റാളിലുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള കോട്ടുകളും ഇവർ തയ്ച്ചു നൽകുന്നു. സരസ്മേളയിലെത്തുന്നവർ പ്ലാസ്റ്റിക് കവറുകൾ പരമാവധി ഒഴിവാക്കി പകരം തുണിസഞ്ചികൾ ശീലമാക്കണമെന്ന വലിയ സന്ദേശമാണ് നീഡിൽ ഫൈറ്റിലൂടെ ഈ ഉജ്ജ്വല വനിതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. റോട്ടോ കോട്ട ഉണ്ട്, മെലാഞ്ചി മെറ്റീരിയൽ ഉണ്ട്, ജൂട്ട് ഫയലുണ്ട്, ജൂട്ട് ബാഗ് ഉണ്ട്, പിന്നെ പേപ്പർ ബാഗുകൾ,
ആവശ്യാനുസരണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഷോപ്പിലേക്ക് വേണമെങ്കിൽ ഷോപ്പിലേക്കും നമ്മൾ ചെയ്തു കൊടുക്കും. പാരമ്പര്യത്തിന്റെ തനിമയും ആരോഗ്യത്തിന്റെ പച്ചപ്പുമായി ചാലിശ്ശേരി ദേശീയ സരസ്മേളയിൽ അട്ടപ്പാടിയുടെ പെരുമ വിളിച്ചോതി ട്രൂ സ്പൈസസ്. വെറുമൊരു കച്ചവടത്തിനപ്പുറം അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ അതിജീവനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും കഥയാണ് 19-ാം നമ്പർ സ്റ്റാളിലെ ഈ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതി എന്ന വലിയ കുടക്കീഴിൽ നിന്നാണ് ഈ വനിതാ സംരംഭം കരുത്ത് നേടുന്നത്. അട്ടപ്പാടിയിലെ ഗോത്രജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതിയിലൂടെയാണ് ഇത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വഴി തുറക്കുന്നത്. പരമ്പരാഗത കൃഷിരീതികളെ പരിപോഷിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താനും പദ്ധതി വഴി സാധിക്കുന്നു. കൃഷി മുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വരെ പദ്ധതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ വിജയഗാഥയാണ് അഗളി പഞ്ചായത്തിലെ ഈ 4-അംഗ വനിതാ കൂട്ടായ്മ. 2025 പ്രവർത്തനം ആരംഭിച്ച ട്രൂ സ്പൈസസ് എന്ന സംരംഭത്തിലൂടെ കരുവാരം സരിത കുടുംബശ്രീ അംഗങ്ങളായ എം രേണുക, സി സുമ, ദീപം കുടുംബശ്രീ അംഗങ്ങളായ കെ വിജയ, കെ പുഷ്പ എന്നിവരാണ് മേളയിലെ താരങ്ങൾ. അട്ടപ്പാടിയിലെ മണ്ണിൽ വിളഞ്ഞ ചാമ, തിന, വരക്, കുതിരവാലി എന്നീ ചെറുധാന്യങ്ങൾ നേരിട്ടും പൊടികളായും ഇവിടെ ലഭിക്കും. അട്ടപ്പാടിയുടെ പുണ്യമായ മല്ലീശ്വരമുടിയുടെ പേരിൽ പുറത്തിറങ്ങുന്ന മല്ലീശ്വര മില്ലറ്റ് മുസല്ലി ഹെൽത്ത് മിക്സ് സന്ദർശകരുടെ പ്രിയപ്പെട്ട വിഭവമായി മാറിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മില്ലറ്റ് റസ്ക്, ബിസ്ക്കറ്റ്, മണിച്ചോളം ദോശപ്പൊടി, റാഗിപ്പൊടി, കമ്പ്, മണിച്ചോളം, റാഗി എന്നിവയുടെ പുട്ടുപൊടികൾ, കാപ്പിപ്പൊടി, മഞ്ഞൾ, മുളക്, കുരുമുളക് എന്നിവയുടെ ജൈവശേഖരവും ഇവിടെയുണ്ട്. ആദ്യമായാണ് ദേശീയ സരസ്മേളയുടെ ഭാഗമാകുന്നതെന്നും ഗോത്രവർഗ്ഗക്കാർ പാരമ്പര്യമായി കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ പുറം ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും സംരംഭകയായ രേണുക പറയുന്നു. ഞങ്ങൾ രായിപ്പൊടി പൊടിച്ചു കൊടുക്കാണ്. രായിപ്പൊടി, പിന്നെ മില്ലറ്റിന്റെ എല്ലാ അരികളുമുണ്ട്, മില്ലറ്റിന്റെ എല്ലാ പൊടികളുമുണ്ട്, പിന്നെ കാട്ടു കുന്തിരിക്ക ഉണ്ട്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഏലക്കായ്പ്പൊടി എന്നിവ മറ്റേ നാണ്യവിളകളുടെ പൊടികളുമുണ്ട്. പിന്നെ ധാന്യ മിക്സിൽ മില്ലറ്റിന്റെ എല്ലാ പൊടികളുമുണ്ട്, പിന്നെ ധാന്യങ്ങളുമുണ്ട്. അത് കുട്ടികൾക്കും കഴിക്കാം, കുട്ടികൾ വെയിറ്റ് വെക്കും, വലിയവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റിൽ പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണികളിൽ നിന്നും ഇപ്പോൾ ദേശീയമേളകളുടെ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ്. രുചി വൈവിധ്യത്തോടൊപ്പം ഇന്ത്യൻ ചിത്രകലാ സംസ്കാരത്തിന്റെ സമന്വയ കേന്ദ്രമായി മാറുകയാണ് 13ാമത് ദേശീയ സരസ്മേള. ബീഹാറിലെ ഗോവിന്ദാണ മിഥില ഗ്രാമത്തിൽ നിന്നും മധുബാനി ചിത്രകലയുടെ മനോഹാരിതയുമായി മേളയിലെത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ചുമർ ചിത്രകലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനോളം കാഴ്ചഭംഗിയും നൽകുന്നുണ്ട്. പ്രകൃതിദത്ത ഛായക്കൂട്ടുകൾ കൊണ്ട് വിരലുകളും കമ്പുകളും ഉപയോഗിച്ച് മാസങ്ങളോളം എടുത്താണ് ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത്. 1000 രൂപ മുതൽ 45,000 രൂപ വരെയുള്ള ചിത്രങ്ങളാണ് വിപണനത്തിലുള്ളത്. കലയെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് മേളയിൽ നിന്നും മിഥില ചിത്രങ്ങൾ താൽപര്യപൂർവ്വം വാങ്ങിക്കുന്നത്. മിഥില ഗ്രാമത്തിലെ പ്രധാന വരുമാനമാർഗം കൂടിയാണ് ഇതെന്ന് ഗോവിന്ദ് പറഞ്ഞു. കേരളത്തിലെ വിവിധ മേളകളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ബീഹാറിൽ മധുബനി ജില്ലയുടെ പേരിലാണ് ഈ കല ഉത്ഭവിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന ജാമീതീയ പാറ്റേണുകളും ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. കൂടാതെ പക്ഷിമൃഗാദികളും പുരാണ കഥാപാത്രങ്ങളും ചിത്രങ്ങളിൽ പ്രമേയമാകുന്നുണ്ട്. കേരള ചുമർ ചിത്രത്തിൽ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മധുബാനി ചിത്രത്തിൽ തിളക്കമുള്ള എല്ലാ നിറങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. മിഥില മേഖലയിലെ കുടുംബങ്ങളിൽ പ്രധാനമായും സ്ത്രീകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് ഈ ചിത്രകല. മധുബാനി ചിത്രങ്ങൾക്ക് ഫാഷൻ ലോകത്തിൽ തരംഗം സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കലയുടെയും സംസ്കാരത്തിന്റെയും രുചി വൈവിധ്യങ്ങളുടെയും ഏകീകൃത കേന്ദ്രമായി സരസ്മേള മാറിക്കഴിഞ്ഞു. कल्चर के बेस के ऊपर बनता है, जैसे अर्धनारेश्वर हाफ शिव हाफ पार्वती, राधा कृष्ण, ट्री ऑफ लाइफ, कल्प वृक्ष, गुड लक ऑफ नेचर के लिए माना जाता है, बिकॉज गुड लक ऑफ सिंबल, फिश गुड लक ऑफ जर्नी फ्रॉम बिहार. സരസ്മേളയിലെ കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയിൽ അട്ടപ്പാടി വനസുന്ദരിക്ക് വൻ തിരക്ക്. ആവശ്യക്കാർ കൂടിയതോടെ മേളയിൽ രണ്ടാമതും സ്റ്റാൾ തുടങ്ങി. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത്. പച്ചനിറത്തിൽ തീന്മേശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നുമില്ല. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്ത വനസുന്ദരി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല.
അട്ടപ്പാടി ഉന്നതകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട്. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത വനസുന്ദരിക്ക് ദിനം തോറും തിരക്കേറുകയാണ്. വനസുന്ദരി ചിക്കനാണ്. വനസുന്ദരി എന്ന് പറയുമ്പോൾ ഇതിൽ നാച്ചുറലായിട്ട് നമ്മുടെ നാടൻ ഡിഷാണ്. നമ്മൾ ഓയിലോ കടയിലത്തെ മസാലക്കൂട്ടോ ഒന്നുമില്ല. അതിന് നാടൻ പച്ചമുളക്, കാന്താരി, പച്ചക്കുരുമുളക്, കാട്ടുകുരുമുളക്, അട്ടപ്പാടി കിട്ടുന്ന ഒരു കോഴി ജീരകം, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കണേ. ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി. അപ്പൊ നമ്മൾ തക്കാളിക്ക് പകരം നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്യും, പുളി. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ മസാല ആക്കിയിട്ട് ചിക്കൻ ആദ്യം ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ആ മസാലയിലാണ് നമ്മൾ ഇങ്ങനെ ചിക്കൻ ആക്കിയിരിക്കുന്നത്. അതെടുത്തെടുത്ത് കുത്തിയിട്ട് ഈ മസാല കോരി ഒഴിക്കും. ഓയിലൊന്നും ചേർക്കണില്ല. അത് തന്നെ ആർക്കും കഴിക്കാം, ഹെൽത്തി ഫുഡാണ്. കേരളീയർക്ക് പൊതുവെ കൂർക്കയോട് പ്രത്യേക താല്പര്യമാണ്. ഉപ്പേരിയായും കറിയായും തയ്യാറാക്കിയാൽ ചോറിനുകൂടെ കൂർക്ക കാലിയാകുന്ന വഴി അറിയില്ല. എന്നാൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന സരസ്സുമേളയിൽ കൂർക്ക അച്ചാറിനാണ് ഡിമാൻഡ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന സംഗീതയും കുടുംബവുമാണ് കൂർക്ക അച്ചാറുമായി മേളയിലെ ആകർഷണമാകുന്നത്. കുടുംബശ്രീ മേളകളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണിവർ. കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അച്ചാർ സംരംഭം എന്ന ആശയം ഉടലെടുത്തത്. തുടർന്ന് കുടുംബശ്രീയുടെ സഹായത്തോടെ പദ്ധതി വിപുലപ്പെടുത്താൻ കഴിഞ്ഞെന്നും സംരംഭക സംഗീത പറഞ്ഞു. കൂർക്ക അച്ചാറിനു പുറമെ പച്ചക്കറികളുടെ മിക്സഡ് അച്ചാർ, മാങ്ങ, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയവയും മേളയിലെ ഇവരുടെ സ്റ്റാളിലുണ്ട്. ഞങ്ങളുടെ മെയിൻ അച്ചാർ ഫിഷും ബീഫും ആണ്. പിന്നെ ഇടിയിറച്ചിയുണ്ട്, അങ്ങനെ ഒരു ഐറ്റംസ്. പിന്നെ ആറ്റിലാകുമ്പോൾ വരാലുണ്ട്, വരാൽ അങ്ങനത്തെ. കൂർക്ക നമ്മൾ വേവിച്ചിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂർക്ക അച്ചാറായിട്ട് ഇടുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഈന്തപ്പഴം, നാരങ്ങ, കൂർക്ക, മിക്സഡ് വെജിറ്റബിള്, മാങ്ങ അച്ചാർ, അടനാരങ്ങ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഐറ്റമാണ്. പിന്നെ എല്ലാ കെമിക്കലും ഒന്നും ഇല്ല, നമ്മളെ സാധാരണ തന്നെയുള്ള. കോട്ടയത്തൊക്കെ ആണല്ലോ മെയിനാ. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതെടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതാണ് നമ്മുടെ ഇത്. പായസം എന്ന് കേട്ടാൽ അടയോ പരിപ്പോ സേമിയമോ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. എങ്കിൽ തെറ്റി. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ഇത്തവണത്തെ സൂപ്പർ താരം ഇതൊന്നുമല്ല. മറിച്ച് തൃത്താലയിലെ കർഷകർ മണ്ണിൽ പൊന്നുവിളയിച്ച പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ തൃത്താല പായസമാണ്. അട്ടപ്പാടിയുടെ വനസുന്ദരി ചിക്കനും കൊച്ചി മൻഹാർ മത്സ്യവിഭവങ്ങൾക്കും ശേഷം ഭക്ഷ്യമേളകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തൃത്താലയുടെ സ്വന്തം പായസം എത്തിക്കഴിഞ്ഞു. തൃത്താലയിലെ കുടുംബശ്രീ കർഷകർ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച മത്തൻ, പടവലം, ക്യാരറ്റ്, കുമ്പളം, ചുരക്ക എന്നിവയാണ് പായസത്തിലെ വിസ്മയക്കൂട്ടുകൾ. പച്ചക്കറി കൊണ്ട് പായസമോ എന്ന മൂക്കത്ത് വിരൽ വെക്കുന്നവർക്ക് അതിന്റെ രുചിയൊന്ന് നോക്കിയാൽ സംശയം മാറും. പച്ചക്കറികളുടെ പച്ചമണം ലേശം പോലും ഇല്ലാത്ത വിധം പാകപ്പെടുത്തിയെടുക്കുന്ന രീതിയാണ് പായസത്തെ വേറിട്ട് നിർത്തുന്നത്. പച്ചക്കറികൾ ചെറുതായി അരിഞ്ഞ് വേവിച്ച് അരച്ചെടുക്കുന്നതാണ് ആദ്യഘട്ടം. പിന്നീട് ചെറുതീയിൽ നെയ്യിട്ട് പാകത്തിന് വഴറ്റും. പച്ചമണം പൂർണ്ണമായും മാറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 5 കിലോ പച്ചക്കറിക്ക് 5 കിലോ ശർക്കര എന്ന അനുപാതത്തിൽ പാനി ചേർക്കും. ഇതിലേക്ക് പൈനാപ്പിൾ, ആപ്പിൾ, ഈന്തപ്പഴം, പപ്പായ, പഴം എന്നിവയും ചേർക്കും. മിശ്രിതം നന്നായി കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർത്ത് ഹൽവയുടെ പരുവത്തിലാക്കും. ആവശ്യമുള്ളപ്പോൾ പാലിൽ നന്നായി അരച്ചെടുത്ത് ഫ്രൂട്ട്സും ചേർത്ത് ഇത് വിളമ്പാം. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 10 ദിവസം വരെ ഈ വിഭവം സൂക്ഷിക്കാമെന്നത് വീട്ടമ്മമാർക്കും പ്രയോജനകരമാവുകയാണ്. ഭക്ഷ്യമേളകളിൽ തരംഗമായ അട്ടപ്പാടി വനസുന്ദരിയെ അവതരിപ്പിച്ച അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ട്രെയിനർ ദയൻ രാഘവനാണ് തൃത്താല പായസത്തിന്റെയും ശില്പി. ഓരോ പ്രദേശത്തെയും തനത് വിഭവങ്ങളെ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഈ സിഗ്നേച്ചർ ഡിഷ് ഒരുക്കിയിരിക്കുന്നത്. മേളകൾ നടക്കുന്ന നാടിന്റെ രുചിവൈവിധ്യം ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. വനസുന്ദരി പോലെ തൃത്താല പായസവും ഭക്ഷണപ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് ദയൻ രാഘവൻ പറയുന്നു. ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതി ഉണ്ടാക്കിയ പച്ചക്കറിയും പഴങ്ങളും ചേർത്തുണ്ടാക്കിയിട്ടുള്ള പായസമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊതിയോട് പച്ചക്കറിയും പഴങ്ങളും ചേർത്തുണ്ടാക്കിയതൊക്കെ പഴച്ചാറുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇച്ചിരി കുടിക്കണ്ടായി നിങ്ങളെല്ലാം കൊതിക്കുന്നത് ശരിയാണോ? അങ്ങനെ ഒരാൾ മാത്രം കുടിക്കുന്നത്? തിരുവേഗപ്പുറം
തിരുവേഗപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയായി. ഫെബ്രുവരിക്ക് മുൻപ് തന്നെ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ജനുവരി 1 അർദ്ധരാത്രി മുതലാണ് തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത്. പാലത്തിന്റെ മുകളിലെ വിള്ളൽ ഉൾപ്പെടെയുള്ള തകർച്ച പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. നിലവിൽ പാലത്തിന് മുകളിലെ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി. ഇത് സെറ്റാവാനുള്ള കാലതാമസമാണ് ഇനി വേണ്ടത്. അടുത്ത 1 മാസത്തിനകം തന്നെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. പാലത്തിന് മുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല പറഞ്ഞു. നമുക്ക് ജനുവരി 2 പാലം അടച്ചിട്ടത്. അന്ന് നമ്മളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് 1 മാസക്കാലം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ പണി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇന്നത്തോടു കൂടി കോൺക്രീറ്റ് പൂർത്തിയാവും. ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ അത് ഉണങ്ങി സെറ്റായാൽ നമുക്ക് ആ ഒരു ഫെബ്രുവരി 2 തന്നെ പാലം തുറന്നു കൊടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട്. അതിന്റെ മുന്നേ തന്നെ തുറന്നു കൊടുക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. പാലം അടച്ചിട്ടതിനെ തുടർന്ന് തിരുവേപ്പുറ ഭാഗത്തെ അനധികൃതമായ പാർക്കിംഗ് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി വേണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ പാലം തുറന്നു കൊടുക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. കേശവൻ സൂചിപ്പിച്ചു. വണ്ടികളുടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടതിന്റെ കാര്യം സംസാരിച്ചതാണ്. അതിനൊരു പരിഹാരം ആവണില്ല. അതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, വണ്ടികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യൽ യാതൊരു ഒരു 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 അച്ചടക്കമില്ലാത്ത വിധത്തിലാണ് വാഹനങ്ങളുടെ ഒരു പാർക്കിങ്. നമ്മൾ വ്യക്തിപരമായിട്ടും പറഞ്ഞു, പഞ്ചായത്തിന്റെ ഒരു അധികാര പരിധിയിൽ നിന്നോട്ടുള്ള പറയാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളുന്ന ഒരു അവസ്ഥയിലല്ല വാഹന ഉടമകള്. അപ്പൊ അതിനൊരു പരിഹാരം കൂടി കണ്ടാൽ ഈ 10-20 ദിവസം ഒരു ബുദ്ധിമുട്ടുള്ളൂ. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം, ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം, അതുപോലെ തന്നെ വാഹന ഉടമകളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം. പഞ്ചായത്ത് അംഗങ്ങളായ ഹാജറ, ബിജു നൈസ്, സലീമ, സുലൈഖ, ബുഷറ ഇക്ബാൽ, മുനീർ, ധന്യ ഷാജി എന്നിവരും ജനപ്രതിനിധികളുടെ സംഘത്തിലുണ്ടായിരുന്നു. പാലം അടച്ചിട്ടതിനെ തുടർന്ന് പാലത്തിന് സമീപത്തെ റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. അലക്ഷ്യമായുള്ള പാർക്കിങ്ങും പ്രദേശവാസികൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനും പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ മോഷണം. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു. ഓങ്ങല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിയുടെ കമ്മീഷൻ ചെയ്യുവാൻ പ്രവർത്തന സജ്ജമായ ഓങ്ങല്ലൂർ പോക്കുപ്പടിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള 10 MLD ശുദ്ധീകരണശാലയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. മോട്ടോറുകൾ, മീറ്ററുകൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചതോടൊപ്പം പല സാധന സാമഗ്രികളും നശിപ്പിച്ചിട്ടുമുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 2024 സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ജലശുദ്ധീകരണശാലയുടെ ഗേറ്റ്, ജനലുകളും മറ്റും തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ മോഷണം നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ സരസ് മേളയുടെ തിരക്കിനും ആഘോഷങ്ങൾക്കുമിടയിൽ ആരുമറിയാതെ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട്. 10,000 ഒഴുകിയെത്തുന്ന ചാലിശ്ശേരിയിലെ മേള മൈതാനം ഒരു മണൽത്തരി പോലും വീഴാതെ വൃത്തിയായി സൂക്ഷിക്കുന്ന തൃത്താല മണ്ഡലത്തിലെ ഹരിതകർമ്മസേനയുടെ വിപ്ലവം. തൃത്താല മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹരിതകർമ്മസേനാംഗങ്ങളാണ് ഈ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത്. 15 പേരടങ്ങുന്ന 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. സന്ദർശകർ വേദികളിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ഇവരുടെ ജോലികൾ ആരംഭിക്കും. സ്റ്റാളുകളിലും ഫുഡ് കോർട്ടിലും പരിസരത്തും വീഴുന്ന ഓരോ മാലിന്യവും അപ്പോൾ തന്നെ പെറുക്കി മാറ്റി ഇവർ വൃത്തിയാക്കും. മാലിന്യം പെറുക്കുക മാത്രമല്ല, അവയെ ശാസ്ത്രീയമായി ജൈവമെന്നും അജൈവമെന്നും വേർതിരിച്ച് സംസ്കരണത്തിന് സജ്ജമാക്കുന്നതിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇവർ. പ്ലാസ്റ്റിക് രഹിതവും ശുചിത്വപൂർണവുമായ ഒരു മേള എന്ന സംഘാടകരുടെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് ഇവരുടെ കഠിനാധ്വാനം മൂലമാണ്. വെയിലോ തിരക്കോ വകവയ്ക്കാതെ ഇവർ നൽകുന്ന ഈ മാതൃകാ സേവനം സരസ് മേളയുടെ വിജയത്തിലെ പ്രധാന കണ്ണിയാണ്. കാണികൾ കൈയടിക്കുന്നത് വർണ്ണാഭമായ കലാപരിപാടികൾക്കാണെങ്കിൽ ആ കാണികൾക്ക് ആസ്വദിക്കാൻ പാകത്തിൽ മൈതാനം ഒരുക്കിവെക്കുന്ന ഈ വനിതകൾക്ക് നൽകണം അതിനേക്കാൾ വലിയൊരു ബിഗ് സല്യൂട്ട്. ഞങ്ങൾ 15 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാലത്ത് 7 മണിക്ക് വന്ന് ഞങ്ങളിവിടെ അജൈവ ജൈവ മാലിന്യങ്ങൾ 2 തരംതിരിച്ച് കോമ്പൗണ്ടിൽ നിന്നും അതുപോലെ സ്റ്റാളിൽ നിന്നൊക്കെ എടുത്തിട്ട് അവിടെ മിനി MCF ഉണ്ട്, അതിൽ കൊണ്ടുപോയി കെട്ടിവെക്കുകയാണ് ചെയ്യണത്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പൊ ഞങ്ങൾ പറക്കിയെടുത്ത് ഞങ്ങളുടെ ചാക്കിലാക്കിയിട്ട് കെട്ടി ഞങ്ങൾ മിനി MCFൽ എത്തിക്കും. വൈകുന്നേരം ക്ലീൻ കേരള കമ്പനി വന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോകും.
സരസ് മേള എന്നാൽ സരള എന്ന കുടുംബശ്രീ സംരംഭയ്ക്ക് ഹൃദയത്തിൽ ചേർത്തുവെച്ച വികാരമാണ്. ചാലിശ്ശേരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് മേളയിലും 75-കാരിയായ ഈ കുടുംബശ്രീ വനിത പതിവ് തെറ്റാതെ തന്റെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിരിക്കുകയാണ്. സരസ് മേളയിലെ പ്രധാന പവലിയനിലെ 136 നമ്പർ സ്റ്റാളിലാണ് സരളയുടെ ഉൽപ്പന്നങ്ങൾ. ഈറ്റ കൊണ്ടുള്ള പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് എല്ലാം. കിണ്ടി, ലാംഷേഡ്, വിവിധ മാതൃകയിലുള്ള പഴക്കൂടകൾ, ശംഖ്, മുറം, കുട്ട, കോരുകുട്ട എന്നിങ്ങനെ 150 രൂപ മുതൽ 800 രൂപ വരെ വിലയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഈറ്റയിൽ നിർമ്മിച്ച കുത്തുവിളക്കും നിലവിളക്കുമെല്ലാം 2 ദിവസത്തിനുള്ളിൽ വിറ്റഴിഞ്ഞു. വിവിധ നിറങ്ങളിലുള്ള ലാംഷേഡുകൾക്ക് 200 രൂപ മുതൽ 400 രൂപ വരെയും മുറത്തിന് വലിപ്പമനുസരിച്ച് 150 മുതൽ 400 രൂപയ്ക്കും ലഭിക്കും. ഈറ്റ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റാളിൽ ഇരുന്നു കൊണ്ട് തന്നെ സരള നിർമ്മിക്കുന്നത് ലൈവായി കാണാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം കൂട്ടുകാരി അമ്മിണിയുമുണ്ട്. എറണാകുളത്തെ രായമംഗലം പഞ്ചായത്തിലെ ഗ്രാമദീപം കുടുംബശ്രീ അംഗമാണ് സരള. ഭാവന ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നാണ് സംരംഭത്തിന്റെ പേര്. നേരിമംഗലത്ത് പോയാണ് ഇവിടെ ഈറ്റ കൊണ്ടുവന്നത്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ആ വെട്ടി കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സാധനങ്ങൾക്ക് വിലയില്ല, ആകെ കഷ്ടത്തിലാണ്. പിന്നെ ചൂരലിൻ്റെ ഉണ്ട്, ചൂരലിൻ്റെ 1200 രൂപയാണ് ഒരു കിലോ ചൂരലിന്. ആ ചൂരലിന് ഇവിടെ നിന്ന് നെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും അതിനോട് വില കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സരളയുടെ പരമ്പരാഗത കൈത്തൊഴിലും ഉപജീവനമാർഗവും ഇതുതന്നെ. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഈറ്റ അങ്കമാലിയിൽ നിന്നാണ് വാങ്ങുന്നത്. കുടുംബശ്രീയും ഇതര വകുപ്പുകളും സംഘടിപ്പിക്കുന്ന വിപണന മേളകളിലും സരള പങ്കെടുക്കാറുണ്ട്. 12 വർഷം മുമ്പ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വ്യാപാരമേളയിലും കുടുംബശ്രീയെ പ്രതിനിധീകരിച്ച് സരള പങ്കെടുത്തിരുന്നു. ദേശീയ സരസ് മേളയിലെ തിരക്കിനിടയിലൂടെ നടന്നാൽ 72 നമ്പർ സ്റ്റാളിന് മുന്നിൽ ആളുകളുടെ ഒരു നീണ്ട നിര കാണാം. പള്ളിപ്പുറം പലത്തറയിലെ ഒരു കൊച്ചു യൂണിറ്റിൽ നിന്ന് ഗുണമേന്മയുടെ പെരുമയുമായി എത്തിയ കൂളിംഗ് ബാഗുകളുടെ സ്റ്റാളാണിത്. കുറഞ്ഞ വിലയും മികച്ച ഫിനിഷിംഗും ഒത്തുചേർന്നപ്പോൾ പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശിനിയായ PT ശ്രുതിയുടെയും സംഘത്തിന്റെയും ആദ്യ സരസ് മേള തന്നെ വൻ വിജയമായി മാറി. പരുതൂർ CDSന്റെ പിന്തുണയോടെ 2023 ശ്രുതിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം കൂളിംഗ് എന്ന പേരിൽ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ സാധാരണക്കാരായ വീട്ടമ്മമാർ തുന്നിയെടുത്ത ബാഗുകൾ ഇന്ന് സംസ്ഥാനത്തെ പ്രമുഖ മേളകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. കേരളീയം, എന്റെ കേരളം പ്രദർശനങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇവർ ദേശീയ സരസ് മേളയുടെ ഭാഗമാകുന്നത്. വിപണിയിൽ വൻ വില ഈടാക്കുന്ന ട്രാവൽ ബാഗുകൾക്കും ലേഡീസ് ഹാൻഡ് ബാഗുകൾക്കും പകുതി വിലയിൽ താഴെയാണ് വില. പുതിയ മോഡലുകളിലുള്ള പേഴ്സുകൾക്ക് 100 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. ലേഡീസ് ഹാൻഡ് ബാഗ് 150 രൂപയ്ക്കും ട്രാവൽ ബാഗുകൾക്ക് 900 രൂപയുമാണ് വില. പാലത്തറയിലെ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് നേരിട്ട് സ്റ്റാളിൽ എത്തിക്കുന്നതിനാലാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കഴിയുന്നത്. സീസൺ സമയങ്ങളിൽ മാത്രമാണ് സാധാരണയായി നല്ല വരുമാനം ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സരസ് പോലുള്ള മേളകളാണ് തങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കച്ചവടമാണ് നടന്നത് എന്നും യൂണിറ്റ് അമരക്കാരിയായ ശ്രുതി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ്, പള്ളിപ്പുറം ഏരിയയിൽ നിന്നാണ്. നമ്മൾ പള്ളിപ്പുറം ഏരിയയിൽ ഏറ്റവും കൂടുതൽ ബാഗ് കമ്പനിക്കാരാണ് ഉള്ളത്. അപ്പോൾ നമ്മളതിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ബാഗുകളും ഉണ്ട്. സ്ലിംഗ് ബാഗ് ആയാലും ജൂട്ട് ആയാലും ട്രക്കിംഗ് ആയാലും സ്കൂൾ ബാഗ് ആയാലും 200 ട്രക്കിംഗ് ആയാലും എല്ലാം ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ സരസ് മേള നമുക്ക് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല സെയിൽ അടക്കുമ്പോൾ നല്ല പ്രോഫിറ്റ്, നല്ല കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയൊരു മാതൃക കൂടിയാവുകയാണ് പള്ളിപ്പുറത്തെ ഈ വീട്ടമ്മമാർ. സരസ് മേളയിലെ ആവേശകരമായ പ്രതികരണം തങ്ങളുടെ സംരംഭത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ സംഘം. ദേശീയ സരസ് മേളയുടെ വേദിയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഗൃഹാതുരത്വത്തിന്റെയും സംഗീതക്കടലാക്കി മാറ്റി ഷഹബാസ് അമൻ. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് മലയാളത്തിന്റെ പ്രിയ ഗായകൻ തന്റെ ഹിറ്റ് ഗാനങ്ങളുമായി ആസ്വാദകലഹരി തീർത്തത്. വെറും ഒരു സംഗീത പരിപാടി എന്നതിലുപരി ഗായകനും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയ സംവാദമായി ഷഹബാസിന്റെ സംഗീത നിശ മാറി. വേദിയിൽ അദ്ദേഹം പാടിയ ഓരോ വരികളും സദസ്സ് ഏറ്റുപാടിയതോടെ ചാലിശ്ശേരി അക്ഷരാർത്ഥത്തിൽ പാട്ടുപുരയായി.
പാട്ടിനൊപ്പം സദസ്സും ഒഴുകി. ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓത്തുപള്ളിക്ക് അന്ന് നമ്മൾ പോയിരുന്ന കാലം എന്ന വരികൾ പാടിയപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും പാട്ടിൽ അലിഞ്ഞു ചേർന്നു. കണ്ണീരിന്റെ നനവുള്ള ഓർമ്മകൾ ആ ശബ്ദത്തിലൂടെ ഒഴുകിയെത്തിയപ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ബാബുരാജ് സംഗീതത്തിന്റെ ആത്മാവുള്ള ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്ന ക്ലാസിക് ഗാനത്തിന് ഷഹബാസ് നൽകിയ തനതായ ആവിഷ്കാരം സംഗീതപ്രേമികൾക്ക് നവ്യാനുഭവമായി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന വരികളിലൂടെ ജീവിതത്തിന്റെ തത്വചിന്തകൾ കൂടി അദ്ദേഹം വേദിയിൽ പങ്കുവച്ചു. സരസമേളയ്ക്ക് ഷഹബാസ് അമന്റെ വരവ് വൻ ജനപങ്കാളിത്തമാണ് ഉറപ്പാക്കിയത്. ഈ രാത്രി വായിച്ചതേ അല്ല നാളെ വായിക്കുന്നത് പാട്ടുകളെല്ലാം അതന്നെ, പക്ഷെ അതിൽ ചെറിയ ചെറിയ കൊമ്പും ചൊല്ലികളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അവിടെ നമ്മളെന്നെ പരസ്പരം ആസ്വദിക്കുക, എന്താക്കുന്ന സ്വതി കൈവെക്കുക, എന്താ അറിയില്ല. അപ്പോൾ തബലി ജിത്തു ഉമ്മൻ. സംഗീതവും വിപണനവും ഒത്തുചേർന്ന മേളയുടെ 10ാം ദിനം ചാലിശ്ശേരി വലിയൊരു ജനസഞ്ചയത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പട്ടാമ്പിയിലെ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. നഗരസഭാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭാ അധികൃതരുടെയും വിദഗ്ധ സംഘത്തിന്റെയും നേതൃത്വത്തിൽ വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി, സെക്രട്ടറി ഡോക്ടർ എസ് അമൽ, സൂപ്രണ്ട് സി ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. പട്ടാമ്പി പെരുന്തമാന റോഡിലെ മാർക്കറ്റ് സംഭവത്തെ സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള മാനേജിംഗ് ഡയറക്ടർ യാക്കൂബ് മോഹൻ ജോർജ്, സിനർജി ആർക്കിടെക്ട് AK ശ്യാം എന്നിവരുമായി സംഘം ചർച്ച നടത്തി. മുനിസിപ്പൽ ടവറിന്റെ ഇന്റീരിയർ പ്രവൃത്തികൾ, സൗന്ദര്യവൽക്കരണം, മറ്റു അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആർക്കിടെക്ട് വിശദീകരിച്ചു. അധികൃതർ മുനിസിപ്പൽ ടവർ സന്ദർശിച്ച് ഫിനിഷിംഗ് വർക്കുകളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ചർച്ചയും നടത്തി. എത്രയും പെട്ടെന്ന് മുനിസിപ്പൽ ടവർ തുറന്നുകൊടുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രശ്മി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് 2 ദിവസത്തെ ദേശീയ സെമിനാർ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂട്രൻസ് ഇൻ ആർക്കോളജി ആൻഡ് എപ്പിഗ്രാഫി എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ MR രശ്മി സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിസ്റ്ററി HOD ഡോക്ടർ K രാജൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സുധീർ കുമാർ, H സീജ, ഡോക്ടർ അബ്ദുൾ റഷീദ് VT, ഡോക്ടർ KK റസീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.